നമസ്കാരം. നേപഥ്യയുടെ 16ാമത് കൂടിയാട്ട മഹോത്സവം ഈ മാസം 21-ാം തീയതി മുതൽ 29-ാം തീയതി വരെ നടക്കുകയാണ്. ആദ്യ ദിവസത്തെ ഗാന്ധാരി എന്ന അവതരണത്തോടു കൂടിയാണ് മഹോത്സവം ആരംഭിക്കുക. പി ഗീതയുടെ അമ്മക്കല്ല് എന്ന നോവലിനെ ആസ്പദമാക്കി ഞാൻ ചിട്ടപ്പെടുത്തിയ ഗാന്ധാരി എന്ന അവതരണത്തിന് ശേഷം മഹേന്ദ്ര വിക്രമ പല്ലവൻ്റെ മത്തവിലാസ പ്രഹസനത്തിൻ്റെ സമ്പൂർണ്ണമായ അവതരണമാണ് നടക്കുക. വളരെയധികം പ്രത്യേകതകളുള്ള ഒരു പ്രഹസനമാണ് മഹേന്ദ്ര വിക്രമ പല്ലവൻ്റെ മത്തവിലാസം. അതിൽ കപാലി എന്ന കഥാപാത്രവും പാശുപതൻ എന്ന കഥാപാത്രവും ബുദ്ധഭിക്ഷു എന്ന കഥാപാത്രവും ഒക്കെ വളരെ ശക്തമായ രാഷ്ട്രീയ മാനങ്ങളുള്ള സാമൂഹ്യശാസ്ത്രപരമായി പുതിയ കാലത്തിനോട് പലതും സംവദിക്കുന്ന കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ അതിൻ്റെ ആഴത്തിൽ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് നേപഥ്യയിൽ നടക്കുന്നത്. അതുപോലെ തന്നെ അടവ്യംഗത്തിലാണെങ്കിലും വളരെ വികാരനിർഭരമായ രംഗങ്ങളാണ് അടവ്യംഗത്തിലുള്ളത്. 3-ാം അംഗമായ പ്രതിമാംഗത്തിൽ കൈകേയിയുടെ കണ്ണിലൂടെയാണ് വിച്ഛിന്നാഭിഷേകത്തിനെ ഞാൻ അഭിനയിച്ചതെങ്കിൽ അടവ്യംഗത്തിൽ ഒരു ചേടിയുടെ കണ്ണിലൂടെയാണ് ആ വിച്ഛിന്നാഭിഷേകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രംഗത്തേക്ക് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഭരതൻ എന്ന കഥാപാത്രത്തിൻ്റെയും ശ്രീരാമൻ എന്ന കഥാപാത്രത്തിൻ്റെയും ഒക്കെ മനഃശാസ്ത്രപരമായ അനേകം തലങ്ങൾ അരങ്ങത്തേക്ക് വരുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഈ അവതരണങ്ങളോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നേപഥ്യയിൽ ഈ കഴിഞ്ഞ 10-ലധികം വർഷങ്ങളായിട്ട് ഇവിടെ അവതരണം കാണാനായിട്ടെത്തുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുമുള്ള ഇൻഡോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും അല്ലെങ്കിൽ സൗന്ദര്യശാസ്ത്ര പണ്ഡിതരും ചരിത്ര പണ്ഡിതരും ഒക്കെ ആയിട്ടുള്ള വളരെ ആഴത്തിൽ കലയെ മനസ്സിലാക്കാൻ പരിജ്ഞാനമുള്ള ഒരു സദസ്സും അവർ നടത്തുന്ന സൗന്ദര്യശാസ്ത്ര ചർച്ചകളും ചരിത്ര ചർച്ചകളും എല്ലാം നേപഥ്യയുടെ കൂടിയാട്ട മഹോത്സവത്തിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. കലയെ അടുത്തറിയാനും ആഴത്തിൽ മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ സഹൃദയരും ഈ അവതരണങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.